നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. 12500 PSC ബുള്ളറ്റിൻ GK ക്വസ്റ്റ്യന്റെ ഡിസ്കഷൻ ആണ്. ഇന്ന് ഭാഗം 66. ഇതിനു മുന്നേയുള്ള ഭാഗങ്ങൾ കണ്ടിട്ടില്ലാത്തവർ ഈ വരുന്ന ഐ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അയ്യായിരത്തി 737 മുതലുള്ള ചോദ്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ ചോദ്യം, ചിദംബരത്തെ നടരാജ വിഗ്രഹം നിർമ്മിച്ചത് ചോളന്മാർ ആണ്. അപ്പോൾ ചിദംബരത്തെ നടരാജ വിഗ്രഹം നിർമ്മിച്ചത് ആരാണ്? ചോളന്മാർ ആണ്. ഏത് രാജാവിന്റെ പണ്ഡിത സദസ്സായിരുന്നു അഷ്ടദിഗ്വജങ്ങൾ? അഷ്ടദിഗ്വജങ്ങൾ കൃഷ്ണദേവരായരുടെ പണ്ഡിത സദസ്സായിരുന്നു. അപ്പൊ അഷ്ടദിഗ്വജങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. അഷ്ടദിഗ്വജങ്ങൾ കൃഷ്ണദേവരായരുടെ പണ്ഡിത സദസ്സായിരുന്നു. ഇന്ത്യൻ യൂണിയനിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? ഇന്ത്യൻ യൂണിയനിലെ ഏറ്റവും ചെറിയ ജില്ലയാണ് മാഹി. മാഹിയാണ് ഇന്ത്യൻ യൂണിയനിലെ ഏറ്റവും ചെറിയ ജില്ല. ചുവന്ന ത്രികോണം എന്തിന്റെ ചിഹ്നമാണ്? ചുവന്ന ത്രികോണം കുടുംബാസൂത്രണത്തിന്റെ ചിഹ്നമാണ്. കുടുംബാസൂത്രണം. ഗ്രീനിച്ച് രേഖയും ഭൂമധ്യരേഖയും സംഗമിക്കുന്ന പോയിന്റ് ഏത് സമുദ്രത്തിലാണ്? ഗ്രീനിച്ച് രേഖയും ഭൂമധ്യരേഖയും സംഗമിക്കുന്ന പോയിന്റ് ഏത് സമുദ്രത്തിലാണ്? അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ്. അറ്റ്ലാന്റിക് സമുദ്രം. ഉത്തർപ്രദേശിന്റെ സാമ്പത്തിക വ്യാവസായിക തലസ്ഥാനം ഏതാണ്? കാൺപൂർ. കാൺപൂരിലാണ് ഉത്തർപ്രദേശിന്റെ സാമ്പത്തിക വ്യാവസായിക തലസ്ഥാനം. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ ഡോക്ടറേറ്റ് ലഭിച്ച ഇന്ത്യൻ ചലച്ചിത്ര സംവിധായകൻ ആരാണ്? സത്യജിത് റേ. സത്യജിത് റേ ആണ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ ഡോക്ടറേറ്റ് ലഭിച്ച ഇന്ത്യൻ ചലച്ചിത്ര സംവിധായകൻ. ആരാണ്? സത്യജിത് റേ ആണ്. വാഷിംഗ്ടൺ നഗരം ഏത് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? അപ്പൊ വാഷിംഗ്ടൺ നഗരം ഏത് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? പോട്ടോമാക്ക്. പോട്ടോമാക്ക് നദിയുടെ തീരത്താണ് വാഷിംഗ്ടൺ നഗരം സ്ഥിതി ചെയ്യുന്നത്. വാഷിംഗ്ടൺ മെമ്മോറിയൽ എവിടെയാണ്? വാഷിംഗ്ടൺ DC-യിലാണ് വാഷിംഗ്ടൺ മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത്. വാഷിംഗ്ടൺ DC-യിലാണ്. ഓറഞ്ച് വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓറഞ്ച് വിപ്ലവം ഫാർമസ്യൂട്ടിക്കൽസ്. അപ്പോൾ ഓറഞ്ച് വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഫാർമസ്യൂട്ടിക്കൽസുമായിട്ടാണ് ഓറഞ്ച് വിപ്ലവം ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച്, അതായത് കടപ്പുറം, ചെന്നൈയിലെ മറീന ബീച്ചാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച്. ചെന്നൈയിലെ മറീന ബീച്ച്. ചമേലി ദേവി ജെയിൻ അവാർഡ് ഏത് മേഖലയിലാണ് നൽകുന്നത്? പത്രപ്രവർത്തനം. അപ്പോൾ ചമേലി ദേവി ജെയിൻ അവാർഡ് ഏത് മേഖലയിലാണ് നൽകുന്നത്? പത്രപ്രവർത്തന മേഖലയിലാണ് നൽകുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പത്രപ്രവർത്തനത്തിന് നൽകുന്ന വേറൊരു അവാർഡിനെ പറ്റി ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതറിയാവുന്നവർ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഓക്കെ, വീഡിയോ കാണാത്തവരാണെങ്കിൽ ആ വീഡിയോ പോയി കാണുകയും ചെയ്യുക. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം, ഇന്ത്യൻ പ്രസിഡന്റിന്റെ സ്ഥാനത്തെ ഏത് രാജ്യത്തിന്റെ ഭരണ തലവനുമായിട്ടാണ് സാധാരണമായി താരതമ്യം ചെയ്യുന്നത്? ഇന്ത്യൻ പ്രസിഡന്റിന്റെ സ്ഥാനത്തെ ഏത് രാജ്യത്തിന്റെ ഭരണ തലവനുമായിട്ടാണ് സാധാരണമായി താരതമ്യം ചെയ്യുന്നത്? ബ്രിട്ടനാണ്. ടാഗോറിന്റെ ഗീതാഞ്ജലി അതേ പേരിൽ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് ആരാണ്? ജി ശങ്കരക്കുറുപ്പാണ് ടാഗോറിന്റെ ഗീതാഞ്ജലി അതേ പേരിൽ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത്. ഇപ്പോഴത്തെ കേരള സെക്രട്ടേറിയറ്റ് മന്ദിരം പണി കഴിപ്പിച്ച രാജാവ് ആരാണ്? ഇപ്പോഴത്തെ കേരള സെക്രട്ടേറിയറ്റ് മന്ദിരം പണി കഴിപ്പിച്ച രാജാവ് ആരാണ്? ആയില്യം തിരുനാളാണ്. ആയില്യം തിരുനാൾ. ചന്ദേലന്മാർ ഭരിച്ചിരുന്ന രാജ്യം. അപ്പോൾ ചന്ദേല രാജാക്കന്മാർ ഭരിച്ചിരുന്ന രാജ്യമാണ് ബുന്ദേൽഖണ്ഡ്. ബുന്ദേൽഖണ്ഡിലാണ് ചന്ദേല രാജാക്കന്മാർ ഭരണം കാഴ്ചവെച്ചിരുന്നത്. അടുത്ത ചോദ്യം, ഏതിന്റെ കവാടമാണ് അലൈ ദർവാസ? അലൈ ദർവാസ എന്ന് പറയുന്നത് കുത്തബ് മിനാറിന്റെ കവാടമാണ്. കുത്തബ് മിനാറിന്റെ കവാടമാണ് അലൈ ദർവാസ. ജനാധിപത്യത്തെ നിർവചിച്ച ലിങ്കന്റെ പ്രശസ്തമായ പ്രസംഗം ഗെറ്റിസ്ബർഗ് പ്രസംഗമാണ്. അപ്പൊ ജനാധിപത്യത്തെ നിർവചിച്ച ലിങ്കന്റെ പ്രശസ്തമായ പ്രസംഗം ഏതാണ്? ഗെറ്റിസ്ബർഗ് പ്രസംഗമാണ്. അടുത്ത ചോദ്യം, ഏതിന്റെ സാന്നിധ്യം മൂലമാണ് ശരീരത്തിലെ രക്തം കട്ട പിടിക്കാത്തത്? ഹെപ്പാരിൻ. ഹെപ്പാരിന്റെ സാന്നിധ്യം മൂലമാണ് ശരീരത്തിലെ രക്തം കട്ട പിടിക്കാത്തത്. ഹെപ്പാരിൻ. ഇന്നേവരെ ലഭിച്ചിട്ടുള്ളതിൽ ഏറ്റവും വലിയ വജ്രം ഏതാണ്? കുള്ളിനൻ ആണ്. അപ്പോൾ കുള്ളിനൻ ആണ് ഇന്നേവരെ ലഭിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ വജ്രം. ഏതാണ്? കുള്ളിനൻ ആണ്. ലോകത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം നോർത്ത് ഈസ്റ്റ് ഗ്രീൻലാൻഡ് നാഷണൽ പാർക്കാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഏതാണ്?
നോർത്ത് ഈസ്റ്റ് ഗ്രീൻലാൻഡ് നാഷണൽ പാർക്ക്. ജനിതക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഗ്രിഗർ മെൻഡൽ എന്ന പുരോഹിതനാണ് ജനിതക ശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. ജപ്പാനിൽ ബോംബിടാൻ അനുമതി നൽകിയ അമേരിക്കൻ പ്രസിഡന്റ് ആരാണ്? അപ്പോ ജപ്പാനിൽ ബോംബിടാൻ അനുമതി നൽകിയ അമേരിക്കൻ പ്രസിഡന്റ് ആണ് ഹാരി എസ് ട്രൂമാൻ. ആരാണ്? ഹാരി എസ് ട്രൂമാൻ ആണ്. ഈനാട് ഏതു ഭാഷയിലെ പത്രമാണ്? ഈ നാട് എന്നത് തെലുങ്ക് ഭാഷയിലെ പത്രമാണ്. കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ആസ്ഥാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ആസ്ഥാനം കോട്ടയത്താണ് സ്ഥിതി ചെയ്യുന്നത്. കോട്ടയം. ജലത്തിന്റെ വിശിഷ്ട താപധാരിത എത്രയാണ്? 4200 ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ ആണ് ജലത്തിന്റെ വിശിഷ്ട താപധാരിത. എത്രയാണ്? 4200 ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ ആണ്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ആദ്യത്തെ ക്യാപ്റ്റൻ ആരാണ്? ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ആദ്യത്തെ ക്യാപ്റ്റൻ CK നായിഡു ആണ്. CK നായിഡു. 2 ചൈനയിൽ എന്ന കൃതി രചിച്ചത് ആരാണ്? 2 ചൈനയിൽ എന്ന കൃതി രചിച്ചത് സർദാർ KM പണിക്കരാണ്. സർദാർ KM പണിക്കർ. ഇംപീച്ച്മെന്റിന് വിധേയനായ ഗവർണർ ജനറൽ ആരാണ്? ഇംപീച്ച്മെന്റിന് വിധേയനായ ഗവർണർ ജനറൽ ആണ് വാറൻ ഹേസ്റ്റിങ്സ്. ആരാണ്? വാറൻ ഹേസ്റ്റിങ്സ് ആണ്. മോണ്ടി കാർലോ കാർ റാലി നടക്കുന്ന രാജ്യമാണ് മൊണാക്കോ. അപ്പൊ മൊണാക്കോയിലാണ് മോണ്ടി കാർലോ കാർ റാലി നടക്കുന്നത്. മൊണാക്കോയിലാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും വലിയ ദ്വീപ് ഏതാണ്? മെഡഗാസ്കർ ആണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും വലിയ ദ്വീപ് ഏതാണ്? മെഡഗാസ്കർ. ഉത്തരേന്ത്യയിലെ അവസാനത്തെ ഹിന്ദു ചക്രവർത്തിയാണ് ഹർഷവർദ്ധൻ. അപ്പൊ ഉത്തരേന്ത്യയിലെ അവസാനത്തെ ഹിന്ദു ചക്രവർത്തി ആരാണ്? ഹർഷവർദ്ധൻ ആണ്. ഏറ്റവും പഴക്കമുള്ള വിവരാവകാശ നിയമ സംവിധാനം നിലവിലുള്ള രാജ്യം ഏതാണ്? സ്വീഡൻ. സ്വീഡനിലാണ് ഏറ്റവും പഴക്കമുള്ള വിവരാവകാശ നിയമ സംവിധാനം നിലവിലുള്ളത്. ജസ്യൂട്ട് പ്രസ്ഥാനം ആരംഭിച്ചത് ആരാണ്? ഇഗ്നേഷ്യസ് ഓഫ് ലയോള. ഇഗ്നേഷ്യസ് ഓഫ് ലയോളയാണ് ജസ്യൂട്ട് പ്രസ്ഥാനം ആരംഭിച്ചത്. ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയം എവിടെയാണ്? ഇരിങ്ങാലക്കുടയിലാണ്. ഇരിങ്ങാലക്കുടയിലാണ് ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയം സ്ഥിതി ചെയ്യുന്നത്. ഇരിങ്ങാലക്കുട. ഇന്ത്യൻ മത സാമൂഹിക നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? ഇന്ത്യൻ മത സാമൂഹിക നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയി ആണ്. രാജാറാം മോഹൻ റോയ്. ഗാന്ധിജി അഹമ്മദാബാദിനടുത്ത് കൊച്ച്റാബ് എന്ന സ്ഥലത്ത് സത്യാഗ്രഹ ആശ്രമം സ്ഥാപിച്ചത് 1915 1915 ഗാന്ധിജി അഹമ്മദാബാദിനടുത്ത് കൊച്ച്റാബ് എന്ന സ്ഥലത്ത് സത്യാഗ്രഹ ആശ്രമം സ്ഥാപിച്ചത് 1915. ഒരു ശിശു വളർന്നു വരുമ്പോൾ എല്ലുകളുടെ എണ്ണം എന്താണ് പറ്റുന്നത്? കുറഞ്ഞു വരുന്നു. ഒരു ശിശു ജനിക്കുമ്പോൾ 300 എല്ലുകൾ ഉള്ളത് അത് അഡൾട്ട് ആകുമ്പോഴത്തേക്കും 206 എല്ലുകൾ മാത്രമായി മാറുന്നു. അടുത്ത പറയാൻ പോകുന്നത് കുറച്ച് കുഴപ്പിക്കുന്ന വസ്തുതകളാണ്. ഇമ്പോർട്ടന്റ് ആണ്. ഏതൊക്കെയാണെന്ന് നോക്കാം. സസ്യങ്ങളെ വളർന്നു വലുതാകാൻ അനുവദിക്കാതെ മുരടിപ്പിച്ച് ചെറിയ ആകൃതിയിൽ വളർത്തുന്ന ജാപ്പനീസ് രീതി അറിയപ്പെടുന്ന പേരാണ് ബോൺസായി. ബോൺസായി എന്നതാണ്. സസ്യങ്ങളുടെ ഇലകളും ശിഖരങ്ങളും പ്രത്യേക ആകൃതിയിൽ വെട്ടിയൊരുക്കുന്നതാണ് ടോപ്പിയറി. അപ്പോൾ സസ്യങ്ങളെ വളർന്നു വലുതാകാൻ അനുവദിക്കാതെ മുരടിപ്പിച്ച് ചെറിയ ആകൃതിയിൽ വളർത്തുന്ന ജാപ്പനീസ് രീതിയാണ് ബോൺസായി. സസ്യങ്ങളുടെ ഇലകളും ശിഖരങ്ങളും പ്രത്യേക ആകൃതിയിൽ വെട്ടിയൊരുക്കുന്നതിനെ ടോപ്പിയറി എന്നാണ് പറയുന്നത്. ബോൺസായും ടോപ്പിയറിയും ഓർത്തു വെക്കുക. പാകിസ്ഥാൻ ദേശീയതയുടെ പിതാമഹൻ എന്നറിയപ്പെടുന്നത് ചൗധരി റഹ്മത്ത് അലിയാണ്. അപ്പൊ റഹ്മത്ത് അലിയാണ് പാകിസ്ഥാൻ ദേശീയതയുടെ പിതാമഹൻ എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ ദേശീയതയുടെ പിതാമഹൻ എന്നറിയപ്പെടുന്നത് ആരാണ്? രാജ് നാരായൺ ബോസ് ആണ്. ഇന്ത്യൻ ദേശീയതയുടെ പിതാമഹൻ എന്നറിയപ്പെടുന്നത് രാജ് നാരായൺ ബോസും പാകിസ്ഥാൻ ദേശീയതയുടെ പിതാമഹൻ എന്നറിയപ്പെടുന്ന റഹ്മത്ത് അലിയുമാണ്. ഇത്തായി രോഗം കാഡ്മിയം മൂലവും മിനമാത രോഗം മെർക്കുറി മൂലവും ഉണ്ടാകുന്നു. അപ്പൊ ഇത്തായി രോഗം കാഡ്മിയം മൂലവും മിനമാത രോഗം മെർക്കുറി മൂലവും ഉണ്ടാകുന്നു. യൂറോപ്പിലെ രോഗി എന്ന് വിളിക്കപ്പെട്ട രാജ്യമാണ് തുർക്കി. ഏഷ്യയിലെ രോഗി മ്യാൻമർ ആണ്. അപ്പൊ യൂറോപ്പിലെ രോഗിയാണ് തുർക്കി, ഏഷ്യയിലെ രോഗിയാണ് മ്യാൻമർ. ഇത്രയും കുഴപ്പിക്കുന്ന വസ്തുതകളൂടി ഓർത്തു വെക്കുക. PSC റിപ്പീറ്റ് ചെയ്യുന്ന വസ്തുതകളാണ്. അടുത്ത ചോദ്യം, ദേവി ചന്ദ്രഗുപ്തം എന്ന സംസ്കൃത നാടകത്തിലെ കേന്ദ്ര കഥാപാത്രം ആരാണ്? ദേവി ചന്ദ്രഗുപ്തം എന്ന സംസ്കൃത നാടകത്തിലെ കേന്ദ്ര കഥാപാത്രമാണ് ചന്ദ്രഗുപ്ത വിക്രമാദിത്യൻ. ചന്ദ്രഗുപ്ത വിക്രമാദിത്യനാണ്.
ഏത് ജീവിയുടെ മസ്തിഷ്കത്തിലാണ് പ്രകൃതിയിലെ ഏറ്റവും വലുപ്പം കൂടിയ ന്യൂറോൺ കാണപ്പെടുന്നത്? അപ്പോൾ ഏത് ജീവിയുടെ മസ്തിഷ്കത്തിലാണ് പ്രകൃതിയിലെ ഏറ്റവും വലുപ്പം കൂടിയ ന്യൂറോൺ കാണപ്പെടുന്നത്? ഒക്ടോപ്പസിൻ്റെതാണ്, ഒക്ടോപ്പസ്. ദേശീയ പഞ്ചസാര ഗവേഷണ കേന്ദ്രം എവിടെയാണ്? കാൺപൂരിലാണ് ദേശീയ പഞ്ചസാര ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ്? കാൺപൂരിലാണ്, കാൺപൂർ. അടുത്ത ചോദ്യം, മന്ത്രിമാർക്ക് വകുപ്പുകളുടെ ചുമതല വിഭജിച്ച് നൽകാൻ ഗവർണറെ ഉപദേശിക്കുന്നത് ആരാണ്? മന്ത്രിമാർക്ക് വകുപ്പുകളുടെ ചുമതല വിഭജിച്ച് നൽകാൻ ഗവർണറെ ഉപദേശിക്കുന്നത് മുഖ്യമന്ത്രിയാണ്, മുഖ്യമന്ത്രി. ഏത് ജീവിയുടെ ശാസ്ത്രനാമമാണ് ഹോമോസാപ്പിയൻസ്? മനുഷ്യൻ. മനുഷ്യന്റെ ശാസ്ത്രീയ നാമമാണ് ഹോമോസാപ്പിയൻസ് എന്നത്. ഒരു ലോകസഭാ അംഗത്തിന് ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ പ്രസംഗിക്കാൻ അറിയില്ല എങ്കിൽ മാതൃഭാഷയിൽ സഭയിൽ പ്രസംഗിക്കാൻ അനുമതി നൽകാൻ ആർക്കാണ് അധികാരമുള്ളത്? സ്പീക്കർക്കാണ്, സ്പീക്കർ. ജഹാംഗീറിന്റെ മുഖ്യ രാജ്ഞിയായിരുന്നത് ആരാണ്? നൂർജഹാൻ. നൂർജഹാനാണ് ജഹാംഗീറിന്റെ മുഖ്യ രാജ്ഞിയായിരുന്നത്. ആരാണ്? നൂർജഹാൻ ആണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് സ്ഥാപിച്ചത് ആരാണ്? ജംഷഡ്ജി ടാറ്റയാണ്, ജംഷഡ്ജി ടാറ്റയാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് സ്ഥാപിച്ചത്. ആരാണ്? ജംഷഡ്ജി ടാറ്റയാണ്. റഷ്യ വിക്ഷേപിച്ച ആദ്യ ബഹിരാകാശ വാഹനമാണ് സ്പുട്നിക്. അപ്പോൾ സ്പുട്നിക് ആണ് റഷ്യ വിക്ഷേപിച്ച ആദ്യ ബഹിരാകാശ വാഹനം. ഏതാണ്? സ്പുട്നിക് ആണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോളിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഡെറാഡൂൺ. ഡെറാഡൂണിലാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോളിയം സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ്? ഡെറാഡൂണിലാണ്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് നിലവിൽ വന്ന തീയതി? 1947 ഓഗസ്റ്റ് മാസം 15-ാം തീയതിയാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് നിലവിൽ വന്നത്. 1947 ഓഗസ്റ്റ് മാസം 15-ാം തീയതി. റഷ്യയുടെ ദേശീയ കായിക വിനോദം? സാംബോ. സാംബോ എന്ന കായിക ഇനമാണ് റഷ്യയുടെ ദേശീയ കായിക വിനോദം, സാംബോ. ജീവശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? അരിസ്റ്റോട്ടിൽ. അരിസ്റ്റോട്ടിലാണ് ജീവശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്, അരിസ്റ്റോട്ടിൽ. കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം കാസ്റ്റിംഗ് വോട്ട് പ്രയോഗിച്ച സ്പീക്കർ ആരാണ്? കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം കാസ്റ്റിംഗ് വോട്ട് പ്രയോഗിച്ച സ്പീക്കറാണ് ആര്? AC ജോസ് ആണ്, AC ജോസ്. വോയിസ് ഓഫ് ദ ഹാർട്ട് ആരുടെ ആത്മകഥയാണ്? മൃണാളിനി സാരാഭായ്. മൃണാളിനി സാരാഭായിയുടെ ആത്മകഥയാണ് വോയിസ് ഓഫ് ദി ഹാർട്ട് എന്നത്. വോയിസ് ഓഫ് ദി ഹാർട്ട് എന്നത് ആരുടേതാണ്? മൃണാളിനി സാരാഭായിയുടെ ആത്മകഥയാണ്. എന്തിന്റെ പ്രവാഹമാണ് വൈദ്യുതി? ഇലക്ട്രോൺ. ഇലക്ട്രോണുകളുടെ പ്രവാഹമാണ് വൈദ്യുതി. വേണാട്ടിൽ പുലപ്പേടി നിരോധിച്ച ഭരണാധികാരിയാണ് കോട്ടയം കേരളവർമ്മ. അപ്പൊ വേണാട്ടിൽ പുലപ്പേടി നിരോധിച്ച ഭരണാധികാരി ആരാണ്? കോട്ടയം കേരളവർമ്മയാണ്. റസിയ സുൽത്താന വധിക്കപ്പെട്ട വർഷം? 1240. 1240 റസിയ സുൽത്താന വധിക്കപ്പെട്ടത്. 1240. അടുത്ത ചോദ്യം, ജീവിക്കുന്ന സന്യാസി. സിന്താപീർ എന്നാണ് ജീവിക്കുന്ന സന്യാസി എന്നറിയപ്പെട്ട മുഗൾ ചക്രവർത്തി ആരാണ്? ജീവിക്കുന്ന സന്യാസി അതായത് സിന്താപീർ എന്നറിയപ്പെട്ട മുഗൾ ചക്രവർത്തി ആരാണ്? ഔറംഗസീബാണ്. ആരാണ്? ഔറംഗസീബ്. റാവൽപിണ്ടി എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന കായിക താരം ആരാണ്? ഷൊഹൈബ് അക്തർ ആണ് റാവൽപിണ്ടി എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന കായിക താരം. ആരാണ്? ഷൊഹൈബ് അക്തർ ആണ് റാവൽപിണ്ടി എക്സ്പ്രസ് എന്ന് അറിയപ്പെടുന്നത്. കേരളത്തിൽ പൂർണ്ണമായി വൈദ്യുതീകരിക്കപ്പെട്ട ആദ്യ ഗ്രാമപഞ്ചായത്ത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാലക്കാട് ജില്ലയിലെ കണ്ണാടി ഗ്രാമപഞ്ചായത്താണ് കേരളത്തിൽ പൂർണ്ണമായും വൈദ്യുതീകരിക്കപ്പെട്ട ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത്. കണ്ണാടി ഗ്രാമപഞ്ചായത്ത്, പാലക്കാട് ജില്ല. റാഷ് ബിഹാരി ബോസ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് സ്ഥാപിച്ചത് എവിടെയാണ്? ജപ്പാനിലാണ്. ജപ്പാനിലാണ് റാഷ് ബിഹാരി ബോസ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് സ്ഥാപിച്ചത്. ജ്ഞാനപീഠം നേടിയ ആദ്യ തമിഴ് സാഹിത്യകാരനാണ് PV അഖിലാണ്ടൻ. അഖിലൻ എന്ന പേരിൽ അറിയപ്പെടുന്ന PV അഖിലാണ്ടൻ ആണ് ജ്ഞാനപീഠം നേടിയ ആദ്യ തമിഴ് സാഹിത്യകാരൻ. ഓർത്തിരിക്കുക, PV അഖിലാണ്ടൻ ആണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഒരു വിദേശ ശക്തിയുടെയും മേൽക്കോയ്മയ്ക്ക് വിധേയമാകാത്ത ഒരേ ഒരു രാജ്യം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഒരു വിദേശ ശക്തിയുടെയും മേൽക്കോയ്മയ്ക്ക് വിധേയമാകാത്ത ഒരേ ഒരു രാജ്യമാണ് നേപ്പാൾ ആണ്. അപ്പൊ ഫ്രണ്ട്സ്, ഇത്രയും ചോദ്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. തുടർന്നുള്ള ഭാഗങ്ങളുമായിട്ട് ഞാൻ വീണ്ടും എത്തുന്നതാണ്. ആദ്യമായിട്ട് എൻ്റെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. താങ്ക്